ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് ലേണിങ്ങിലെ ഫസ്റ്റ് തിയറിയാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഇൻ വിച്ച് എ ഫോർമലി ന്യൂട്രൽ സ്റ്റിമുലസ് when paired with an unconditional stimulus becomes a conditional stimulus that elicits a conditional റെസ്പോൺസ്. ജസ്റ്റ് ഇത്രയ്ക്ക് മനസ്സിലാക്കാം. ഒരു ന്യൂട്രൽ സ്റ്റിമുലസിനെ അൺകണ്ടീഷണൽ സ്റ്റിമുലസായിട്ട് കമ്പൈൻ ചെയ്യണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രൽ സ്റ്റിമുലസ് പ്ലസ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഈക്വൽ ടു കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ന്യൂട്രൽ സ്റ്റിമുലസ് പ്ലസ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഈക്വൽ ടു കണ്ടീഷണൽ സ്റ്റിമുലസ്. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത്. അത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് സ്റ്റേറ്റ്സ് ദാറ്റ് an event repeated several times results into desired response. അതായത് ഒരു ഇവൻറ്റ്, ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഒരുപാട് പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിസയർ ചെയ്ത റെസ്പോൺസ് കിട്ടുന്നു. അത് നമ്മൾക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവാൻ പൗലോ, എ റഷ്യൻ സൈക്കോളജിസ്റ്റ്, ഇൻട്രൊഡ്യൂസ്ഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ഡോഗ്സ് ആസ് എ സബ്ജക്റ്റ്. ഡോഗ്സിന് സബ്ജക്റ്റായിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണിത്. നമുക്കെല്ലാവർക്കും നമ്മളുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിളാണെന്ന് നമുക്ക് പറയാം. എന്താണെന്ന് നോക്കാം. ഇതിന് 2-3 സ്റ്റേജസ് ഉണ്ട് ഈ എക്സാമ്പിളിന്. ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ്, ഒരു ഡോഗിന് ഹി പ്രസൻറ്റഡ് മീറ്റ് ടു ദ ഡോഗ്. ഡോഗിന് മീറ്റ് കൊടുത്തു. അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്, അതായത് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡോഗിന് മീറ്റ് കൊടുത്തു. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ്. അപ്പോൾ എന്തുണ്ടായി? ഹി നോട്ടീസ്ഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് സാൽവേഷൻ. ആൾക്ക് ഉമിനീര് വന്നു, സാൽവേഷൻ വന്നു. അതാണ് പറയുന്നത് ഹി നോട്ടീസ്ഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് സാൽവേഷൻ. അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണത്. സോ ആളുടെ എക്സ്പെരിമെൻറ്റിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഡോഗിന് മീറ്റ് കൊടുത്തു. അതൊരു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഒരു അൺകണ്ടീഷണൽ റെസ്പോൺസ് ആയിട്ട് ഗ്രേറ്റ് ഡീൽ ഓഫ് സാൽവേഷൻ ഉണ്ടായി. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ്, ഹി ഓൺലി റാങ് അപ്പ് ദ ബെൽ. മീറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു, അത് മാറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തു? ഒരു ബെല്ലെടുത്ത് ജസ്റ്റ് ബെല്ലടിച്ചു. ഹി റാങ് അപ്പ് ദ ബെൽ. ദ ഡോഗ് ഹാസ് നോ സാൽവേഷൻ. ഡോഗിന് പ്രത്യേകിച്ചൊരു റെസ്പോൺസ് ഉണ്ടായില്ല. ജസ്റ്റ് ഒരു ബെല്ലടിക്കുന്ന കേട്ടു, ഡോഗിന് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല. അതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയും അതിനെ. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ ചെയ്തേ? അക്കമ്പനീഡ് ദ ഓഫറിംഗ് ഓഫ് മീറ്റ് ടു ദ ഡോഗ് എലോങ് വിത്ത് റിങ്ങിങ് അപ്പ് ദ ബെൽ. ബെല്ലടിച്ച് അതിൻ്റെ കൂടെ തന്നെ എന്ത് കൊടുത്തു? മീറ്റ് കൊടുത്തു. ബെല്ലടിച്ച് അതോടൊപ്പം തന്നെ മീറ്റ് കൊടുത്തു. ആഫ്റ്റർ ഡൂയിങ് ദിസ് സെവറൽ ടൈം, സോ അത് ഒരു ദിവസമല്ല, കുറേ ദിവസം ആൾ ഇത് സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ബെല്ലടിച്ചു, അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുത്തു? മീറ്റ് കൊടുത്തു. അത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? ഹി റാങ് അപ്പ് ഓൺലി ദ ബെൽ. അത് കഴിഞ്ഞിട്ട് ആളെന്ത് ചെയ്തു? ബെല്ല് മാത്രം റാങ് ചെയ്ത് നോക്കി. വിത്തൗട്ട് ഓഫറിങ് മീറ്റ് ടു ദ ഡോഗ്. ഡോഗിന് മീറ്റ് കൊടുത്തില്ല, പക്ഷേ ബെല്ല് അടിച്ചു. ദിസ് ടൈം ദ ഡോഗ് സാൽവേറ്റഡ് ടു ദ റിങ്ങിങ് അപ്പ് ദ ബെൽ എലോൺ. അതായത് ഡോഗിനപ്പം മനസ്സിലാവും എന്ത് ബെല്ല് റിങ് ചെയ്യുന്നത് മീറ്റ് തരാനാണെന്ന് മനസ്സിലായി. സോ ഇനി മീറ്റ് കൊടുത്തില്ലെങ്കിൽ തന്നെയും ആ ബെല്ലടിക്കുമ്പോൾ എന്ത് വന്നു തുടങ്ങി? സാൽവേഷൻ വന്നു തുടങ്ങി. ഇതാണ് ആൾ ചെയ്ത എക്സ്പെരിമെൻറ്റ്. ഇതിന് നമ്മൾ ഒന്ന് ചുരുക്കി എഴുതുകയാണെങ്കിൽ, ബിഫോർ കണ്ടീഷനിങ് എന്തുണ്ടായി? ഫുഡ് കൊടുത്തു. കണ്ടീഷനിങ് ചെയ്യണേക്കാൾ മുമ്പ് ഫുഡ് കൊടുത്തു. അപ്പോൾ റെസ്പോൺസ് എന്തുണ്ടായേ? ഡോഗ് സാൽവേഷൻ. ഫുഡ് കൊടുത്തപ്പോൾ റെസ്പോൺസ് ഡോഗ് സാൽവേഷൻ. ഓക്കെ, അത് അൺകണ്ടീഷണൽ സ്റ്റിമുലസും അൺകണ്ടീഷണൽ റെസ്പോൺസും. രണ്ടാമത്തെ സ്റ്റേജിൽ എന്തുണ്ടായേ? ബിഫോർ കണ്ടീഷനിങ് ബെല്ല് മാത്രം കൊടുത്തു. ബെല്ല് മാത്രം
റിങ് ചെയ്തു. അപ്പോൾ റെസ്പോൺസ് ഡോഗ് ഹാസ് നോ സാൽവേഷൻ. സോ ബെല്ല് റിങ് ചെയ്തതിനെ പറയും നമ്മൾ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന്. ഡോഗ് ഹാസ് നോ സാൽവേഷൻ, ആ ഒരു സ്റ്റേജിന് പറയും നോൺ കണ്ടീഷണൽ റെസ്പോൺസ് എന്ന്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ ചെയ്തേ? ബെല്ല് റാങ് ചെയ്തു, അതോടൊപ്പം ഫുഡും ഓഫർ ചെയ്തു. സോ ദ റെസ്പോൺസ് ഇസ് ഡോഗ് ഹാസ് സാൽവേഷൻ, ദാറ്റ് ഈസ് അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ് ഉണ്ടായത്. ഇനി ആഫ്റ്റർ കണ്ടീഷനിങ് എന്താ ഉണ്ടായേ? ബെല്ല് മാത്രം റാങ് ചെയ്തപ്പോൾ എന്താ ഉണ്ടായേ? ഡോഗ് ഹാസ് സാൽവേഷൻ. ഓക്കെ, ഇതാണ് എക്സ്പെരിമെൻറ്റ്. സോ ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലെ മെയിൻ പോയിൻറ്റ്സ്. നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സബ്ജക്റ്റിൽ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.